വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 33 അധ്യായം 20 വാക്യം. ഗാദിനെ വിസ്താരമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. യാക്കോബിന് ലേയായുടെ ദാസി സിൽപ്പായിൽ ജനിച്ച ആദ്യത്തെ മകനായിരുന്നു ഗാദ്. ഗാദ് എന്ന പേരിൻ്റെ അർത്ഥം ഭാഗ്യം എന്നാണ്. യാക്കോബിന് പദ്ദൻ ആരാമിൽ വെച്ച് ജനിച്ച പുത്രനായിരുന്നു ഗാദ്. എന്നാൽ യാക്കോബ് കുടുംബസമേതം ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഗാദും ഗാദിൻ്റെ ആൺമക്കളും കൂടി പോകുന്നുണ്ട്. എന്നാൽ ദാവീദ് രാജാവിൻ്റെ കാലത്ത് ദർശകനും പ്രവാചകനുമായി ഗാദ് എന്ന പേരിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നതായി വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ഇവിടെ യാക്കോബിൻ്റെ മകനായ ഗാദ് ആയിരുന്നു ഗാദ് ഗോത്രത്തിൻ്റെ പിതാവ്. ഇവർക്ക് യോർദാന് കിഴക്കുള്ള സീഹോന്റെ രാജ്യമായിരുന്നു അവകാശമായി ലഭിച്ചത്. ആക്രമണങ്ങൾ നടത്തുവാനുള്ള പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടായിരുന്നു. മേച്ചിൽപ്പുറങ്ങൾക്കും കൃഷിക്കുമൊക്കെ കൊള്ളാകുന്ന നല്ല ഭൂമിയായിരുന്നു ഗാദ് ഗോത്രത്തിന് ലഭിച്ചത്. യോശുവയുടെ പുസ്തകം 13 അധ്യായത്തിൽ പറയുന്ന പ്രകാരം യോർദാൻ അക്കരെ കിഴക്ക് കിന്നേരോത്ത് തടാകത്തിൻ്റെ അറുതി വരെയും ഗാദ്യർക്ക് ലഭിച്ചിരുന്നു. മരുഭൂമിയിൽ ആദ്യം ജനസംഖ്യ എടുത്തപ്പോൾ യുദ്ധത്തിന് ശേഷിയുള്ള 45,650 പേർ ഗാദ് ഗോത്രത്തിൽ ഉണ്ടായിരുന്നു. ഇതിലൂടെ ആ ഗോത്രത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രണ്ടാമത്തെ കണക്കെടുപ്പിൽ 40,500 ആയി കുറയുന്നു. എന്നാൽ മോവാബിൻ്റെയും അമ്മോനിൻ്റെയും ആക്രമണം ഗാദിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഫെലിസ്ത്യരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇസ്രായേൽ ഗാദിൻ്റെ പ്രദേശത്ത് അഭയം തേടിയതിനെക്കുറിച്ച് 1 ശമൂവേൽ 13 അധ്യായം 7 വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഗാദ് ഗോത്രക്കാർ അബ്ശാലോമിൻ്റെ എതിർപ്പിൽ നിന്ന് സംരക്ഷണം നൽകിയതായിട്ടും പറയുന്നു. തുടർന്ന് അസീറിയയുടെ ആക്രമണത്തിൽ ഗാദ് ഗോത്രക്കാരെയും നാടുകടത്തിയതായി 2 രാജാക്കന്മാർ 15 അധ്യായത്തിൽ കാണുന്നുണ്ട്. തുടർന്ന് അമ്മോന്യർ ഗാദിൻ്റെ പ്രദേശം കൈവശമാക്കിയെന്ന് യിരെമ്യാ പ്രവാചകൻ 49 അധ്യായത്തിൽ പറയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഗാദിനെ മറക്കുന്നില്ല. മുദ്രയേറ്റവരിൽ 12,000 പേരെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവപുരുഷനായ മോശ ഗാദിനെ അനുഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ഗാദിനെ വിസ്താരമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു സിംഹി പോലെ അവൻ പതുങ്ങിക്കിടന്നു, ഭുജവും നെറുകയും പറിച്ചു കീർന്നു എന്ന്. എന്നാൽ തൻ്റെ പിതാവായ യാക്കോബിൻ്റെ അനുഗ്രഹം ഇപ്രകാരമാണ്. ഗാദോ കവർച്ചപ്പട അവനെ ഞെരുക്കും, അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും എന്ന്. പേരുപോലെ തന്നെ ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിക്കുവാൻ ഗാദിന് സാധിച്ചു. മാത്രമല്ല, യഹോവയുടെ നീതിയും വിധികളും നടപ്പിലാക്കുവാനും ഗാദിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതിനൊപ്പം വളരുവാൻ ദൈവം നമ്മളെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീതിയോടെ ജീവിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതിനൊപ്പം വളരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.